1982 പൊന്നാനി കോൾകൃഷി മേഖലയിൽ ജലസേചനം ലക്ഷ്യമാക്കി കേരള സർക്കാരിന്റെ പരിഗണനയിലുള്ള പദ്ധതിയാണ് ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 16 കോടി രൂപ അടങ്കൽ തുക നിശ്ചയിച്ച് തുടങ്ങിയതാണ് ഈ പദ്ധതി. 1984 മുതൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയുടെ പേരിൽ ഒരു വർഷം 29 ലക്ഷം രൂപയാണ് ശമ്പള ഇനത്തിൽ മാത്രം കൊടുത്തു തീർക്കുന്നത്. വികസനത്തിന്റെ പേരിൽ വായുവും വെള്ളവും മലിനമാക്കിയവർക്ക് ഒരു ജനസമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ എന്താണിത്ര താൽപര്യം? സോളിഡാരിറ്റിക്ക് നോക്കി നിൽക്കാനാവില്ല. ചമ്മറവട്ടം പദ്ധതി ഉടൻ നടപ്പിലാക്കുക. സമരപ്രഖ്യാപനം. എന്ന് പറയുന്നത് ആനക്കാര്യം എന്ന അർത്ഥത്തിലല്ല, മനുഷ്യന് ജീവിക്കാൻ പ്രാഥമികമായി ആവശ്യമായ കാര്യം എന്ന അർത്ഥത്തിലാണ്. അരിയില്ലാഞ്ഞ് തുണിയില്ലാഞ്ഞ് ഉള്ള കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സമരങ്ങൾ നടക്കുകയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുണിയില്ലാതെയും അരിയില്ലാതെയും കുറച്ചിടെയെങ്കിലും ഒക്കെ ജീവിക്കാൻ, ഇരുട്ടത്തോ ഒക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ വെള്ളമില്ലാതെ നേരത്തോട് നേരം കഴിയാൻ പറ്റില്ല. സോളിഡാരിറ്റി ഹൌസ്. സേവനം സോളിഡാരിറ്റിയുടെ മുഖമുദ്രയാണ്. ആശയങ്ങളും ആദർശങ്ങളും പ്രകാശിപ്പിച്ച സമ്മേളനം സേവനമുദ്ര കൂടി പതിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നിർധനർക്ക് 100 വീട് നിർമ്മിച്ചു നൽകുവാൻ സോളിഡാരിറ്റി തീരുമാനിച്ചു. എന്നാൽ 100 കണക്കിന് നിർധനരുടെ അപേക്ഷ സോളിഡാരിറ്റിക്ക് സ്വീകരിക്കേണ്ടി വന്നു. ദൈവാനുഗ്രഹത്താൽ ഉദാരമതികളുടെ സഹകരണവും സഹായവും പ്രതീക്ഷിച്ചതിലും കവിഞ്ഞു. 100 വീടുകൾ എന്നത് 400 വർദ്ധിപ്പിച്ചു. സമ്മേളനത്തിന്റെ മുമ്പ് തന്നെ ആദ്യ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് വിധവയായ മാധവിക്കുട്ടിയമ്മക്ക് നൽകി. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഈ സംഘടനാ പ്രവർത്തനം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാക്കിക്കൊണ്ട് ചെയ്യുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രഖ്യാപനം ഫെബ്രുവരി 1 എറണാകുളത്ത് വെച്ചാണ് നടന്നത്. പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിൽ ഒട്ടുക്ക് സോളിഡാരിറ്റിയുടെ സമ്മേളന പ്രമേയമായ മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിനൊരു തിരുത്ത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചണ്ഡമായ നല്ല രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിച്ചു. മാത്രമല്ല, പാലക്കാടിന്റെ ചൂട്, കഠിനമായ ചൂട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട്. പ്രകടനം തുടങ്ങുന്ന ഇടങ്ങളിൽ, അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ, നഗരിയിലാകമാനം ആവശ്യാനുസരണം കുടിവെള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൃത്യം 3 മണിക്ക് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന്റെ മുൻനിര സമ്മേളന നഗരിയായ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തുന്നു. ഭൂഖണ്ഡങ്ങൾ കുലുങ്ങുമാർ ഉച്ചത്തിൽ സ്റ്റേഡിയത്തിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉയർന്നു. തിന്മയ്ക്കെതിരെയുള്ള രോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നു. അപ്പോൾ ആകാശം അതിൽ പങ്കുചേരാനെന്ന വണ്ണം കറുത്തു മേഘാവൃതമാകുന്നു. 5 വരിയായി വിട്ടിരുന്ന പ്രകടനം 8 വരിയായും പിന്നീട് 10 വരിയായും ഒടുവിൽ റോഡ് നിറച്ചും വിട്ടുതുടങ്ങി. ദൈവം എത്ര കരുണാമയനാണ്! പെരുമ കൊണ്ടും വലിപ്പം കൊണ്ടും
എത്ര വേഗമാണവൻ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിച്ചത്. ഒരേ സമയം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ശക്തി തെളിയിക്കുന്നതും അതോടൊപ്പം ഈ സംഘടന ജനമധ്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളുടെ ആവിഷ്കാരവും കൂടിയാണ് ഈ റാലി. പ്രകടനം വിജയിപ്പിച്ച ദൈവം സമ്മേളനം പരാജയപ്പെടുത്തില്ല. അഥവാ മഴ പരാജയപ്പെടുത്താനല്ല, ഉജ്ജ്വല വിജയം സമ്മാനിക്കാനാണ്. സോളിഡാരിറ്റി സംസ്ഥാന സമ്മേളനത്തിനു വേണ്ടി തയ്യാറാക്കിയ അഖിലേന്ത്യാ അമീറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് സോളിഡാരിറ്റി കാഴ്ചവെക്കുന്ന മാതൃക ആവേശോജ്വലമാണ്. കേരളത്തിനു യോജിക്കാത്ത എക്സ്പ്രസ് ഹൈവേക്കെതിരെ നടത്തിയ വിജയകരമായ ചെറുത്തുനിൽപ്പ് മുതൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യം വരെ വ്യാപിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. മനുഷ്യനന്മയും ദൈവപ്രീതിയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. സോളിഡാരിറ്റി സമ്മേളനത്തിന്റെ പ്രകടനം ആരംഭിക്കുമ്പോൾ ചൂടാണെങ്കിലും ഒരു പ്രകടനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് പാലക്കാട് കണ്ടത്. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആ പ്രകടനം വീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. പ്രകടനം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായത് പ്രതികൂലമായ ഒരു കാലാവസ്ഥ, തികച്ചും പ്രതികൂലമായ കാലാവസ്ഥ, ഒരുപക്ഷെ ഭീതിജനകമായ രീതിയായിരുന്നു. മഴ അതിന്റെ രൗദ്രഭാവം പൂർണ്ണമായിട്ടും പ്രയോഗിച്ചൊരു സന്ദർഭമായിരുന്നു. അതിനോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലുകൾ, അതൊരു ചിതറേണ്ട ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും മാറി നിൽക്കേണ്ടതായിരുന്നു ശരിക്കും. പക്ഷെ ഞാൻ ആ ജാഥയിൽ ചേർന്നുപോയി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേക ആവശ്യത്തിൽ. എല്ലാവർക്കും അണിചേരാവുന്ന പ്രസ്ഥാനമാണ്. ഇതുപോലൊരു പ്രകടനം പാലക്കാട് നടക്കുന്ന ആദ്യമായിട്ടാണ്. മഴയാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത്. മഴ വന്നിട്ട് എല്ലാം ആരും ഒന്നും വിടാണ്ട് മുദ്രാവാക്യം കൂടി ഒഴിവാക്കാതെ അത്രയും ദൂരം പറഞ്ഞിട്ട് അതിലാണ് ജനങ്ങൾക്ക് ആവേശം കൂടുതലായത്. ഇത് ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആകണം. അതിലൊക്കെ ഞങ്ങൾ അണിചേരാൻ ഞങ്ങൾ തയ്യാറാണ്. എവിടെ ചോദിച്ചാലും സോളിഡാരിറ്റി ഇത്ര പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 ആളും 2 ആളും കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരായി.